Hello and welcome back to One Days Academy. So 2024 September 26th ഹിന്ദു അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കമ്മിങ് ടു ദ ഫ്രണ്ട് പേജിൽ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 57% ടേൺ ഔട്ട് ഇൻ പീസ്ഫുൾ ഫേസ് 2 പോളിംഗ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ അപ്ഡേഷൻ ആണ്. ഏകദേശം 57% പോളിംഗ് ജമ്മു ആൻഡ് കാശ്മീരിൽ ജനറൽ ഇലക്ഷനിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ നമുക്ക് നോക്കാനുള്ളത് ചൈന ടെസ്റ്റ് ഫയർസ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇൻ ടു പസഫിക്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ്. അപ്പൊ മിസൈൽസ് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഇതിന്റെ റേഞ്ച് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നിങ്ങൾ പ്രിലിംസ് നോട്ടായിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. ബിക്കോസ് സയൻസ് ആൻഡ് ടെക് ബേസ്ഡ് ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കൂടുതലാണ്. സോ എന്താണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ? അപ്പൊ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് റീസെന്റ് ആയിട്ട് ചൈന ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പസഫിക് ഓഷ്യനിലായിരുന്നു ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ജപ്പാൻ അതുപോലെ തന്നെ മറ്റ് കൺട്രീസിലൊക്കെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ചൈന ഇപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു ബാലിസ്റ്റിക് മിസൈൽസിന്റെ ടെസ്റ്റിംഗ് നടത്തുന്നതിന് മുന്നേ മറ്റു രാജ്യങ്ങൾ അറിയേണ്ടതാണ്. ബട്ട് ഇത് ചൈന വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽസിന്റെ ടെസ്റ്റ് ഫയർ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഫയറോട് കൂടി ചൈന തേർഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ആംസ് പ്രൊലിഫറേറ്റ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ചൈന ആ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. സോ ചൈന സെക്കൻഡ് പൊസിഷനിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. യുഎസിനെയും റഷ്യക്ക് ശേഷം പിന്നീട് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. ഓക്കെ, സോ അതാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്ക്ഹോം, നമുക്ക് സിപ്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കും. പാനൽ റിപ്പോർട്ട് ദ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, അഥവാ സിപ്രി എന്ന് പറയും. സോ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിലിംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സിപ്രി എന്താണെന്നുള്ളത്. അപ്പൊ സിപ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ വേൾഡ് രാജ്യങ്ങളുടെ ഈ ഒരു ഡിഫൻസ് പ്രൊലിഫറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നതാണ് സിപ്രി എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ അവരുടെ കണക്കുകൾ പ്രകാരം പറയുന്നത് ചൈന വേൾഡ് തേർഡ് ലാർജസ്റ്റ് സ്റ്റോക്ക് പൈൽ ഓഫ് ന്യൂക്ലിയർ വാർഹെഡ്. അപ്പൊ ഈ നടത്തിയിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ന്യൂക്ലിയർ വാർഹെഡ് ആണ്. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് ഏകദേശം ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് 7.2% വരെ എത്തിയിരിക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കൺസേൺ അറിയിച്ചിരിക്കുന്ന ജപ്പാൻ, ന്യൂസിലൻഡ് പോലത്തെ കൺട്രീസ് ഉണ്ട്. ഇവൻ തോ ഇന്ത്യക്കാണെങ്കിൽ ഇതൊരു കൺസേൺഡ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള ചൈനയുടെ അഗ്രസീവ് ആയിട്ടുള്ള പോളിസിക്ക് തയ്യാറെടുപ്പാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഈ ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫ്രം ദ ന്യൂസ് പേജസ്. സോ ന്യൂസ് പേജസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുക്കി മിലിറ്റൻസിന്റെ ഒരു ആർട്ടിക്കിളിന്റെ അപ്ഡേഷൻ മാത്രമാണ്. ജസ്റ്റ് മ്യാൻമാറിൽ നമ്മൾ കഴിഞ്ഞ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മ്യാൻമാറിൽ നിന്ന് ഇൻഫിൽട്രേഷൻ ഇൻ മണിപ്പൂർ റീജിയണിലേക്ക് പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള കുക്കി ആൻഡ് മെയ്റ്റി മിലിറ്റൻസുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. സോ അതിന്റെ ജസ്റ്റ് ഒരു അപ്ഡേഷൻ ആർട്ടിക്കിൾ ആണ്. ഒന്ന് വായിച്ചു നോക്കുക എന്താണ് ഇതിന്റെ അപ്ഡേഷൻ. നമുക്ക് ന്യൂസ് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി എക്സ്ട്രാ പോയിന്റുകളൊന്നും ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് അറിയാനില്ല. സോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസ് പേപ്പേഴ്സിനകത്ത് കൂടുതലുള്ളത്. പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ ന്യൂസുകളാണുള്ളത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ, സെന്റർ എസ്റ്റിമേറ്റ്സ് റെക്കോർഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻ 2023 and 2024. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2-3 ആർട്ടിക്കിൾസ് നമുക്ക് ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാം. അപ്പം
ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമ്മുടെ എന്തിനെ ബാധിക്കുന്നത്? നമ്മുടെ റെയിൻ പാറ്റേൺസ് അല്ലെങ്കിൽ മൺസൂൺ പാറ്റേണെ ബാധിക്കുന്നത്. ഇന്ത്യ ഒരു മൺസൂൺ ഓറിയന്റഡ് കൺട്രിയാണ്. അതുപോലെ തന്നെ മൺസൂൺ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻസ് ആണ് ഇന്ത്യയിൽ നടക്കുകയും ചെയ്യുന്നത്. സോ ഈ കണക്കുകൾ പറയുന്നത് യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്ററി റീസെന്റ് ആയിട്ടുള്ള എസ്റ്റിമേഷൻസ് പുറത്തുവിട്ട സമയത്ത്, അതായത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിന്റെ കണക്കുകൾ പുറത്തുവിട്ട സമയത്ത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്, വീറ്റ് ആൻഡ് മില്ലറ്റ്. അപ്പം ഓവറോൾ നമ്മുടെ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ളത് അതൊക്കെയാണ് റൈസ് പ്രൊഡക്ഷൻസ്, വീറ്റ്, അതുപോലെ തന്നെ മില്ലറ്റ്. സോ ഇതിന്റെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ഓവറോൾ ഫുഡ് പ്രൊഡക്ഷൻസിന്റെ ഇൻക്രീസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അതിലൊരു നോട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം റൈസ്, വീറ്റ്, മില്ലറ്റ് പോലെയുള്ള പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓയിൽ സീഡുകൾ പോലെയുള്ള ഓയിൽ സീഡ്, അതുപോലെ തന്നെ റേപ്പ് സീഡ്, മസ്താർഡ്, പൾസസിന്റെ പ്രൊഡക്ഷൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർത്തിരുന്നോളൂ, ചെറിയ ഈ 3-4 ഫുഡ് പ്രൊഡക്ട്സ് മാത്രം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളമായിരിക്കും. അടിമത്തോ നമ്മൾ ഇന്നലെ ഒരു ന്യൂട്രീഷണൽ ആർട്ടിക്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ന്യൂട്രീഷണൽ ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് മില്ലറ്റ്സുകൾ, അതുപോലെ തന്നെ പൾസസുകളൊക്കെ. സോ അതിന്റെയൊക്കെ പ്രൊഡക്ഷൻസ് ഇന്ത്യയിൽ വളരെ വളരെ കുറവാണ്. അപ്പൊ നമുക്കറിയാം 2024 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലാനിന ഇവന്റ് ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മുടെ IMD ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു ലാനിന അഫക്ട് എന്ന് വെച്ചാൽ കൂടുതൽ മൺസൂൺ, ഒരു എറാറ്റിക് ആയിട്ടുള്ള മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ബട്ട് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും വളരെ കുറവ് മൺസൂൺ ആണ് ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ ലഭിച്ചാൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയസിൽ മാത്രമാണ് ഇത്തരം എറാറ്റിക് ആയിട്ടുള്ള റെയിൻഫോളുകൾ നമുക്ക് ഈ ഒരു വർഷം ഇന്ത്യയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒരു ഡ്രോട്ട് ഏരിയ കണ്ടീഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സദേൺ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡ്രൈ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഡ്രൈ കണ്ടീഷൻസ് ഉണ്ടാവുക, അതുപോലെ തന്നെ മോയ്സ്ചറിന്റെ പ്രസൻസ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കില്ല എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ നല്ലധികം ബാധിക്കുന്നതാണ്. ഓക്കെ, എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ഡ്രോട്ട് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡ്രൈ സ്പെൽസുകൾ എന്തിനാണ് ബാധിച്ചിട്ടുള്ളത്? ആ മോയ്സ്ചർ സ്ട്രെസ് കൂടുതലും ബാധിച്ചിരിക്കുന്ന റാബി സീസണിൽ വളരുന്ന ക്രോപ്സിനാണ്. നമുക്ക് റാബി, ഖാരിഫ് ആൻഡ് സെയ്ദ് ക്രോപ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ റാബി ക്രോപ്സ് എന്താണ്, ഖാരിഫ് ക്രോപ്സ് എന്താണ്, സെയ്ദ് ക്രോപ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ എസ്പെഷ്യലി റാബി സീസണിലാണ് കാരണം നമുക്ക് റാബി സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്റർ ക്രോപ്സ് വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒരു മോയ്സ്ചർ വളരെയധികം വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ലഭിക്കണമായിരുന്നു. ബട്ട് ആസ് പെർ നമുക്ക് നിലവിലത്തെ കണ്ടീഷൻ പ്രകാരം അത്രയധികം മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ പൾസസ്, കോഴ്സ്, സെറിൽ, സോയാബീൻസ് ആൻഡ് കോട്ടൺസ്, സോ ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇതിനൊക്കെ മോയ്സ്ചർ അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, റിപ്പനിങ് ടൈമിന്റെ അകത്ത്. ഇവിടുത്തെ നമ്മുടെ ഷുഗർ കെയിൻ പ്രൊഡക്ഷൻസ് ആണെങ്കിൽ വളരെയധികം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലൊക്കെ മൊളാസസും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ ഷുഗർ കെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷുഗർ കെയിൻ പ്രൊഡക്ഷൻസും ഇവിടെ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ എന്നിരുന്നാൽ പോലും നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള സോയാബീൻ, അതുപോലെ തന്നെ റേപ്പ് സീഡ്, മസ്താർഡ്, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻസ് വളരെ കുറഞ്ഞ രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ ഒരു ക്രോപ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ് ഖാരിഫ്, ഏതൊക്കെയാണ് സെയ്ദ്, ഏതൊക്കെയാണ് റാബി സീസൺസ്, എന്തുകൊണ്ടാണ് റീസെന്റ് ആയിട്ട് ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ലീഡേഴ്സ് അറ്റ് UN urge world's wealthiest to do more on climate. അപ്പോൾ ഈ ആർട്ടിക്കിൾ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ G20 കൺട്രീസ്, എസ്പെഷ്യലി ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പിംഗ്, ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ് പഠിച്ചോളൂ, അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ്, AOSIS. അപ്പം ചെറിയ ചെറിയ ഐലൻഡ് ഗ്രൂപ്പുകളുടെ അലയൻസുകളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ഈ ഒരു AOSIS എന്ന് പറയുന്നത്, അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കുറച്ച് ആളുകൾ നമുക്കൊരു ഈ ന്യൂസ് പേപ്പർ നോക്കാനുണ്ട്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലി ഉള്ള ക്ലൈമറ്റ് ചേഞ്ച് 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ.
സോ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്ന് നമ്മൾ 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്തു. സോ കണക്കുകൾ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ അത് എക്സാബറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ടെമ്പറേച്ചർ കൂടുതൽ അത്രത്തോളം എന്താണ് ഐസ് പാളികളൊക്കെ ഉരുകാൻ തുടങ്ങും. സോ കൂടുതലും ഇത് ബാധിക്കുന്നത് സീ ലെവൽ റൈസ് ഉണ്ടാവുകയും അത് ബാധിക്കുന്നത് സ്മോൾ ഐലൻഡ് ഗ്രൂപ്പുകൾക്കാണ്. അപ്പൊ എസ്പെഷ്യലി സ്മോൾ ഐലൻഡ് ഗ്രൂപ്പുകൾ ഒരിക്കലും ഒരു കാർബൺ എമിഷൻസോ അത്ര വലിയ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഏരിയസോ ആയിരിക്കില്ല. അപ്പൊ G20 അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ചെയ്തിരിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്ട് കൂടുതലും ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള സ്മോൾ ഐലൻഡ് ഗ്രൂപ്പുകളാണ്. അപ്പൊ ഈ സ്മോൾ ഐലൻഡ് ഗ്രൂപ്പുകൾ യുഎന്നിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. യുഎന്നോട് പറഞ്ഞു എല്ലാ കൺട്രീസും അവരുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ അവരുടെ എമിഷൻസ് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ സീ ലെവൽ റൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത്തരം സ്മോൾ ഐലൻഡ് ആയിട്ടുള്ള ഞങ്ങള് മുങ്ങിപ്പോവുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കുകയും നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഉടനടി നടപടി എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് യുഎന്നിനെക്കാളും എസ്പെഷ്യലി അവർ പറഞ്ഞിരിക്കുന്നത് G20 കൺട്രീസ് ആണ്. ബിക്കോസ് G20 കൺട്രീസിൽ മെജോറിറ്റി ഡെവലപ്ഡ് കൺട്രീസ് ആണ്. എസ്പെഷ്യലി ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, വെഹിക്കുലർ എമിഷൻസ് ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള എമിഷൻസുകൾ കൂടുതലും വരുന്നത് ഇത്തരം G20 ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ്. സോ ഈ ഒരു സ്മോൾ ആൻഡ് അലയൻസ് എംഫസൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ G20 ഗ്രൂപ്പ്സ് ടുഗദർ വന്നു കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞത് ഗ്ലോബലി ഉള്ള ഏകദേശം 80% ഗ്യാസ് എമിഷൻസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസുകൾ നടത്തുന്നത് ഈ ഒരു G20 കൺട്രീസ് ആണ്. സോ അവരൊന്ന് റെക്കഗ്നൈസ് ചെയ്ത് അവരൊന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ സ്മോൾ അലയൻസ് ഗ്രൂപ്പുകൾ എന്നുള്ള കാര്യങ്ങളും G20 കൺട്രീസിന്റെ എമിഷൻസ് ടാർഗറ്റുകളും കാര്യങ്ങളും മാത്രം നോക്കാം. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അവർ ചെയ്യുന്നു, എഫക്റ്റ് ഞങ്ങൾക്കാണ് കൂടുതലും വരുന്നത്. സോ അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിന് ഔട്ട് ഓഫ് ദ സിലബസ് പറയുന്ന കാര്യമാണ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് ഏകദേശം നമ്മുടെ പ്ലാനറ്റ്സിന്റെ നാച്ചുറൽ സിസ്റ്റത്തിന്റെ ഏകദേശം 6ഓളം സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നാച്ചുറൽ സിസ്റ്റം എന്ന് പറയുന്നത് വാട്ടർ ബോഡീസോ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഏരിയാസുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ ഏകദേശം 6ഓളം പ്ലാനറ്റ്സിന്റെ നാച്ചുറൽ സിസ്റ്റത്തിനെ നല്ലധികം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലൈമറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവൻ ദോ ഓഷ്യൻ അസിഡിഫിക്കേഷൻ, ഓഷ്യൻ കെമിസ്ട്രി വരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഹൈ വാപ്പറേഷൻസും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് COP28 ഉണ്ടായിരുന്നു. COP28ന്റെ അകത്ത് ഒരു എൻവയോൺമെന്റൽ മീറ്റിംഗ് ആണ് പറയുന്നത്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്ന മീറ്റിംഗ് COP28 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 മീറ്റിംഗിന്റെ അകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. അതായത് ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസുകൾ എമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് റിന്യൂവബിൾ എനർജീസുകൾ കൊണ്ടുണ്ടാക്കുന്ന എനർജി പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് US ബാങ്ക് ഏകദേശം ഒരു US ബാങ്ക് ഇതിന് നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട് US ബാങ്ക് പറഞ്ഞു ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക അതുപോലെ തന്നെ മറ്റ് പല കൺട്രീസിലെ ബാങ്കുകളാണെങ്കിൽ പോലും ക്ലീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ സോണുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താറുണ്ട്. സോ ഇതിൽ എസ്പെഷ്യലി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി എന്തിനാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എസ്പെഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ഒരു പവർ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യാന്ന് കൂടി പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസുകൾ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതല്ല 2-3 പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. ക്ലൈമറ്റ് ചേഞ്ച് നെക്സ്റ്റ് ഇയറിലേക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. മൂവിംഗ് ഓൺ ടു എഡിറ്റോറിയൽ പേജ്, ദ മിസ്പ്ലേസ്ഡ് മൂവ് ഓഫ് വൺ നേഷൻ വൺ എലക്ഷൻ. വളരെ ചുരുക്കത്തിൽ ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞുതരാം. സോ ഈ ആർട്ടിക്കിൾസിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് നമുക്കൊരു യൂണിഫൈഡ് ആയിട്ടുള്ള എലക്ഷൻ ആവശ്യമായിട്ടുണ്ടെന്ന് പറയാറ്. അപ്പൊ എന്താണ് നിലവിലുള്ള ഇലക്ഷൻ പ്രൊസീജിയേഴ്സ്? നിലവിലുള്ള ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് സെൻട്രൽ ഗവൺമെന്റിന് ഒരു പ്രത്യേകം അല്ലെങ്കിൽ പാർലമെന്റിലേക്കുള്ള ഒരു ഇലക്ഷൻ പെർട്ടിക്കുലർ ടൈമിൽ ചില സ്റ്റേറ്റുകൾക്ക് പെർട്ടിക്കുലർ ടൈമിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആയിരിക്കില്ല തമിഴ്നാട് ഇലക്ഷൻ നടക്കുന്നത്, ആ സമയത്ത് ആയിരിക്കില്ല കർണാടക ഇലക്ഷൻ നടക്കുന്നത്. സോ അതൊക്കെ മാറ്റിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നമുക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാം. സോ ആ ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പല സമയങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻസ് മാറ്റിയിട്ട് യൂണിഫൈഡ് ആയിട്ടുള്ള ഇലക്ഷൻസ്, ദാറ്റ് മീൻസ് 2025 മുതൽ 2013 വരെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള ഇലക്ഷൻസ്, സ്റ്റേറ്റിലായിക്കോട്ടെ അതുപോലെ തന്നെ പാർലമെന്റിലായിക്കോട്ടെ, ലോക്സഭ പാർലമെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിക്കോട്ടെ, അവിടെയൊക്കെ സെയിം മോഡിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് നിലവിലുള്ള സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്.
അതിനാവശ്യമായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ട് രാംനാഥ് കോവിന്ദ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി, ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ട് സമർപ്പിച്ചില്ല, ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ അകത്ത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഇലക്ഷൻ രാജ്യത്തിന് കംപ്ലീറ്റ്ലി ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ടൈമിൽ എൻഡ് ചെയ്യുക. ഈ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇലക്ഷൻസുകൾ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കോസ്റ്റ് ഇൻക്വയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഏകദേശം 460 കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇഷ്യൂസുകൾ സംഭവിക്കുന്നത്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. സോ ഇങ്ങനെ ഒരു സിംഗിൾ ഇലക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഗവൺമെന്റിന്റെ ടേംസ് കുറക്കണം, അല്ലെ? ഇപ്പൊ 2023 എലക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇപ്പൊ നമ്മൾ 2025 to 2030 5 വർഷക്കാലത്തേക്ക് ഒരു ഗവൺമെന്റിനെ എലക്ട് ചെയ്യാൻ പോവുകയാണ്. നാഷണൽ ലെവലിലെ എല്ലാ സ്റ്റേറ്റുകളും എലക്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2023 എലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കേരള എന്നെടുക്കാം, hypothetically കേരള എന്നെടുക്കാം. 2023 ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു. 2025 അടുത്തൊരു ഇലക്ഷൻ അവർക്ക് നേരിടുന്നുണ്ടെങ്കിൽ 2 വർഷം എന്ത് ചെയ്യും? 2 വർഷം മാത്രമേ അവർക്ക് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി 3 വർഷം അവർക്ക് ഡിനൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തിനെ ബാധിക്കും? നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും. ഓക്കെ, ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റിന്റെ പപ്പറ്റുകളല്ല. പിന്നെ ഓവറോൾ കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പോളിസികൾ മേക്ക് ചെയ്യുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ സ്റ്റേറ്റുകൾക്കുണ്ട്. സോ ഇതാണ് യൂണിഫൈഡ് ബട്ട് ഇൻ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ UK അതുപോലെ തന്നെ USA ഒരേ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. സോ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഇലക്ഷൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇലക്ഷനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കേസ് മുന്നോട്ടേക്ക് വരും? കേശവാനന്ദ ഭാരതി കേസ്, അല്ലെ? അപ്പൊ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ആസ് പെർ ആർട്ടിക്കിൾ 137. ഓക്കെ, ഇവിടെ നോക്കാം. ആർട്ടിക്കിൾ 172. ആർട്ടിക്കിൾ 172 ആണ് സ്റ്റേറ്റ് അസംബ്ലിന്റെ അകത്തിനെ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഈ 172 നമ്മൾ അമെൻഡ് ചെയ്യണം. 172 അമെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ടെന്യൂർ കുറക്കാനൊക്കെ സാധിക്കും. കാരണം 2025 ഇലക്ഷനുകളിൽ നമുക്ക് ടെന്യൂർ കുറക്കണ്ടേ? 2 വർഷത്തേക്കായി ടെന്യൂർ കുറക്കണം. ഗവൺമെന്റിന്റെ ടെന്യൂർ 2 വർഷം അല്ലെങ്കിൽ കാലാവധി 2 വർഷത്തേക്ക് മാത്രമേ പാടുള്ളൂ പറയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അമെൻമെന്റ് ചെയ്യേണ്ടി വരും, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ചെയ്യേണ്ടി വരും. ഇവൻ അമെൻമെന്റ് നടത്തിയാൽ പോലും ഇതെന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായിട്ടുണ്ട്. പാർലമെന്റിന് ഇത് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായിട്ടുണ്ട്. സ്പെഷ്യൽ ഇത് നടക്കില്ല എന്നും ഈ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 172 നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും, ടെന്യൂർ കുറക്കേണ്ടി വരും, ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ ബാധിക്കാനും കാരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ECI അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 324 പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ പ്രൊസീജിയറൽ കാര്യങ്ങൾക്കും ചേഞ്ചസ് വരുത്തേണ്ടി വരും. സോ ഇതാണ് ഈ ആർട്ടിക്കിൾ വളരെ ക്രക്സ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. യൂണിഫൈഡ് ആയിട്ടുള്ള ഇലക്ഷൻ കൊണ്ടുവരുന്നതിനുള്ള ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഗവൺമെന്റിന്, സോ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ ബാധിക്കുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിൾ നോക്കാം. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ചൈനാസ് വാർണിംഗ് ഷോട്ട്സ് വിത്ത് മിനറൽസ് ദാറ്റ് റൺ ദ വേൾഡ്. വീണ്ടും ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇതിൽ നമുക്ക് നോക്കാനുള്ള ഒരു പോയിന്റ്, ആദ്യമേ ഒരു പോയിന്റ് പറയാം, റയർ എർത്ത് മിനറൽസ്. സോ നോക്കുക, എന്തൊക്കെയാണ് റയർ എർത്ത് മിനറൽസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവൈലബിൾ ആയിട്ടുള്ള റയർ എർത്ത് മിനറൽസ്, അതിന്റെ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റുകൾ ഉള്ളത് ഏതൊക്കെ കൺട്രീസിലാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ചൈനയാണ് ഏറ്റവും കൂടുതൽ റയർ എർത്ത് മിനറൽസുകൾ മൈൻ ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ അത് പ്രോസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. ഇപ്പൊ ചൈന റീസെന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ചൈന പറഞ്ഞു ഈ ക്രിട്ടിക്കൽ മിനറൽ, എസ്പെഷ്യലി ആന്റിമണി ഒരു ക്രിട്ടിക്കൽ മിനറൽ ആണ്. ദാറ്റ് മീൻസ് ഒരു റയർ എർത്ത് മിനറൽ ആണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസ് ടെക്നോളജീസിനാണ് ഇത് ഉപയോഗിക്കുന്നത്.
അപ്പം ഈ ഒരു റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ ആയിട്ടുള്ള ആന്റിമണിയുടെ എക്സ്പോർട്ടിങ് അവർ കുറച്ചു. എവിടെയൊക്കെ ഈ ആന്റിമണി ഉപയോഗിക്കുന്നത് ഡിഫൻസിലും അതുപോലെ തന്നെ മിലിറ്ററി എക്യുപ്മെന്റ്സ്, മിസൈൽസിൽ, ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, ഫ്ലെയർസ്, അമ്യൂണിഷൻസ് തുടങ്ങിയിരിക്കുന്ന അത് ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ വെപ്പൺസിൽ വരെ ഉപയോഗിക്കുന്ന ഒരു റയർ എർത്ത് മിനറൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള ആന്റിമണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആന്റിമണിയുടെ എക്സ്പോർട്ട് ചൈന പറഞ്ഞു ഞങ്ങൾ ആന്റിമണിയുടെ എക്സ്പോർട്ട് ഞങ്ങൾ കുറക്കുകയാണ്. ഓക്കെ, പുറം രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ കയറ്റി അയക്കുന്നില്ല. സോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇത് പറഞ്ഞിട്ട് കാരണം യു എസിലേക്കൊന്നും ഞങ്ങൾ ഇനി ഈ ഒരു മിനറൽസ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാരണം ചൈനയാണ് കംപ്ലീറ്റ്ലി, ദാറ്റ് മീൻസ് ചൈനയുടെ സപ്ലൈ ചെയിൻ ആണ്. ഇവൻ അപ് സ്ട്രീമിലായിക്കോട്ടെ, മിഡ് സ്ട്രീമിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഡൗൺ സ്ട്രീമിലായിക്കോട്ടെ. ദാറ്റ് മീൻസ് മൈനിങ് മുതൽ എക്സ്ട്രാക്ഷൻ മുതൽ റിഫൈനിങ് ആൻഡ് പ്രോസസിങ് വരെ ചെയ്യുന്നത് ചൈനയാണ്. ജസ്റ്റ് ആ മിനറൽസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് അയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പൊ ചൈന ഞങ്ങൾ അയക്കുന്നില്ല എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചെന്ന് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസുകൾ ലഭിക്കില്ല. ഓക്കെ, സോ ഇത് ജപ്പാനിൽ ഓൾറെഡി 2010 ചൈനയുടെ ഇത്തരം മൂവ്മെന്റ്, ദാറ്റ് മീൻസ് ഈ ഒരു ചൈനയുടെ കയ്യിലുള്ള മാത്രം കാര്യങ്ങൾ ഞങ്ങൾ അയക്കില്ല എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് 2010 മുതൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം കോസ്റ്റ് ഗാർഡ്, അതായത് ജപ്പാനീസിന്റെ കോസ്റ്റ് ഗാർഡ് ബോട്ട് ചൈനീസ് വെസലിന്, ചൈനീസ് ട്രോളറിനെ കൊളൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജപ്പാന്റെ ഒരു കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടാണ്. സോ അത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിൽ റിറ്റാലിയേഷൻ ആയിട്ട്, അതായത് ചൈനക്ക് അതിൽ കുറച്ച് നീരസം തോന്നി. ചൈന പറഞ്ഞു ജപ്പാനിലേക്ക് ഞങ്ങൾ എന്താക്കുന്നില്ല, ഇനി ഞങ്ങൾ ഈ ഒരു റയർ എർത്ത് എലമെന്റ്സ് ഞങ്ങൾ അയക്കുന്നില്ല, ഇതൊക്കെ അയച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നതല്ല, ചൈനയുടെ ഒരു അഗ്രസീവ് പോളിസിയാണെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യു എസിലേക്ക് ചൈന ഒരുപാട് പ്രൊഡക്ട്സുകൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പല കളിപ്പാട്ടങ്ങളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് യു എസ് പറഞ്ഞു എക്സ്പോർട്ട് മെഷേഴ്സുകൾ എടുത്ത്. എക്സ്പോർട്ട് മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചൈന ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ബാൻ ചെയ്തു. അതിലും ചൈനക്ക് ചെറിയൊരു വെറുപ്പ് തോന്നിയ ശേഷമാണ് ചൈന ഇത്തരത്തിലുള്ള, കാരണം ചൈന പറഞ്ഞാൽ ഞങ്ങൾ റയർ എർത്ത് മിനറൽസ് ഞങ്ങൾ അയക്കുന്നില്ല, എന്തായാലും ഞങ്ങൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അപ്പൊ ഞങ്ങൾ ഇതും ഞങ്ങൾ അയക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇതിലൂടെ ചൈന നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം റയർ എർത്ത് മിനറൽസ് അയക്കാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഇത്തരം ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നത് വളരെ കുറയുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മളെ എനിമീസിനെ നമുക്ക് വീക്കൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ചൈനയാണ്. റയർ എർത്ത് മിനറൽസിന്റെ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ചൈനയാണ്. ഭാവിയിൽ ഇപ്പൊ ഇന്ത്യക്ക് ഒരു റെസ്ട്രിക്ഷൻ നൽകിയിട്ടില്ല, ഇനി ഭാവിയിൽ ഇന്ത്യക്ക് ഒരു റെസ്ട്രിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടോട്ടൽ റെസ്ട്രിക്ഷൻ ആണ് നൽകിയിട്ടുള്ളത്, അത് ചെറിയ രീതിയിൽ ഇന്ത്യനെ ബാധിക്കും. അങ്ങനെ റെസ്ട്രിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റയർ എർത്ത് മിനറൽസ് ഇന്ത്യക്ക് ലഭിക്കില്ല. ബിക്കോസ് ഇന്ത്യയിൽ എത്രത്തോളമുള്ള റയർ എർത്ത് മിനറൽസിന്റെ റിസോഴ്സുകൾ ഇവിടെ ഇന്ത്യയിൽ കുറവാണ്. കഴിഞ്ഞ വർഷം മാത്രം നോക്കുകയാണെങ്കിൽ 34,000 crores റയർ എർത്ത് മിനറൽസിന്റെ ഇമ്പോർട്ടിംഗ് ആണ് നമ്മൾ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇനി ആസ് എ വേ ഫോർവേഡ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മൾ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മൾ മറ്റു രാജ്യങ്ങളും കൂടി നോക്കാം. എസ്പെഷ്യലി നമ്മുടെ വെസ്റ്റ് ഏഷ്യൻ റീജിയണിൽ ഒരുപാട് തരത്തിലുള്ള വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ഒരുപാട് തരത്തിലുള്ള റയർ എർത്ത് മിനറൽസുകൾ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ഒരുപാട് റയർ എർത്ത് മിനറൽസുകൾ ഉണ്ട്. നമ്മൾ അതിലേക്കുള്ള ഒരു ആക്സസ് നമ്മൾ മുന്നേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ വഴി ചബഹാർ പോർട്ട് വഴി ഒരു ആക്സസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു പ്രൊജക്റ്റും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചൈനയാണ്. ഓക്കെ, IR പറയുന്ന സമയത്ത് അതും കൂടി ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ എന്താണ് റയർ എർത്ത് മിനറൽസ്, അതിൽ ചൈനയുടെ പോളിസി എന്താണ്, അതിന് ഇന്ത്യ എങ്ങനെ ബാധിക്കും? ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ മാത്രം കേട്ടോ. എന്താണ് റയർ എർത്ത് മിനറൽസ്, അതിന്റെ ഡെപ്പോസിഷൻ എങ്ങനെയാണ്, സോ നിലവിലുള്ള ചൈനയുടെ പോളിസി എങ്ങനെയാണ്, റയർ എർത്ത് മിനറൽസിന്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏതൊക്കെ രാജ്യങ്ങളെ ബാധിക്കും, ദെൻ ഇന്ത്യനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ആർട്ടിക്കിൾ നോക്കിക്കാണുന്നത്. എസ്പെഷ്യലി IR പറയുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അഫക്റ്റിംഗ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ്, മറ്റു രാജ്യങ്ങൾ അഫക്ട് ചെയ്ത് നമ്മൾ അത്ര കാര്യമായി നോക്കണം. അഫക്റ്റിംഗ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ടേക്കിംഗ് സ്റ്റോക്ക് ഓഫ് ഗ്ലോബൽ ന്യൂക്ലിയർ ഡിസ്ആർമമെന്റ്. ഈ ആർട്ടിക്കിൾസിൽ നമുക്ക് 2 ട്രീറ്റിനെ പറ്റി പഠിക്കുകയാണ്. NPT അഥവാ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റി, അതുപോലെ തന്നെ TPNW ട്രീറ്റി ഓൺ ദ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, സോ ആദ്യം തന്നെ പറയാം, ഇതില് രണ്ടിലും ഇന്ത്യ സിഗ്നേറ്ററി അല്ല. എസ്പെഷ്യലി NPT എന്നുള്ള ട്രീറ്റി ആണ്. NPTയിൽ ഇന്ത്യ സിഗ്നേറ്ററി ആണ്. ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റിയിൽ ഇന്ത്യ സിഗ്നേറ്ററി ഇല്ല. സോ എന്താണ് ന്യൂക്ലിയർ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ ന്യൂക്ലിയർ എനർജീസ്, ന്യൂക്ലിയർ വാർഹെഡുകളും കാര്യങ്ങളൊക്കെ പ്രോലിഫറേറ്റ് ചെയ്യുക, അതായത് കൂട്ടിവെക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രാജ്യങ്ങൾ എത്രത്തോളം ന്യൂക്ലിയർ ആംസ് അവരെ കയ്യിലുണ്ടോ അവർ അത്രത്തോളം സ്ട്രെങ്ത് ആണ്, അവർ അത്രത്തോളം സ്ട്രോങ് ആണ് എന്നാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ രാജ്യങ്ങളൊക്കെ ഇത് പ്രോലിഫറേറ്റ്, ഇതെല്ലാം ഒരുപാട് വാർഹെഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും.
സോ അങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന ട്രീറ്റ് ആണ് ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റ്, NPT എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രീറ്റ് പ്രകാരം ഇതിൽ സിഗ്നേറ്ററി ആയിട്ടുള്ള രാജ്യങ്ങളോട് പറയും, നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസുകൾ അധികം ഇനി പ്രോലിഫറേറ്റ് ചെയ്ത് കുറച്ചോളൂ എന്ന് പറയാറുണ്ട്. ഈ NPT പ്രകാരം ഇറാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇറാൻ ഒരുപാട് ന്യൂക്ലിയർ വെപ്പൺസുകൾ എന്താണ് അവര് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ US ഗവൺമെന്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. US ഗവൺമെന്റ് ആസ് പെർ NPT ഇത്ര ന്യൂക്ലിയർ പ്രോലിഫറേഷൻ നടത്താൻ പാടില്ല, ഇത്രത്തോളം ന്യൂക്ലിയർ വാർ ഹെഡുകളോ ന്യൂക്ലിയർ വെപ്പൺസുകളോ നിങ്ങൾ എടുത്തു വെക്കാൻ പാടില്ല. അങ്ങനത്തെ ചെറിയ ഇഷ്യൂസുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇറാൻ ആൻഡ് US തമ്മിലൊക്കെ ഉണ്ടായിരുന്നു. ഇറാൻ സപ്പോർട്ടിങ് കുറെ രാജ്യങ്ങൾ വന്നു, US സപ്പോർട്ടിങ് കുറെ രാജ്യങ്ങൾ വന്നു, ഇന്ത്യ ന്യൂട്രലായി നിന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ NPT എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ അകത്ത് പ്രിലിംസ് പോയിന്റ് ഓർത്തിരുന്നോട് ഇന്ത്യ സിഗ്നേറ്ററി അല്ല, ബട്ട് ഇന്ത്യ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇന്ത്യ പറയുന്നുണ്ട്, ഓക്കെ NPT ഞങ്ങൾ സിഗ്നേറ്ററി അല്ലെങ്കിലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇന്ത്യ സിഗ്നേറ്ററി അല്ലാത്തത്? സിഗ്നേറ്ററി അല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഈ ന്യൂക്ലിയർ വെപ്പൺസുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം നമ്മളോട് പറയാണ് ഇനി നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. അതായത് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു. ദാറ്റ് മീൻസ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യ മറ്റ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല. അവർ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം അവർ പറഞ്ഞു ഇനി വേണ്ട എന്ന ലെവലിലാണ് മറ്റു രാജ്യങ്ങൾ ഈ ഡെവലപ്ഡ് കൺട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു എത്തിക്കൽ പെർസ്പെക്റ്റീവില് റൈറ്റ് ആയിട്ടുള്ള തിങ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ NPTയിൽ സൈൻ ചെയ്യുന്നില്ല. ബട്ട് NPT പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും. ഓക്കെ, ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, അത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്യും. ബട്ട് അതിനകത്ത് സിഗ്നേച്ചർ ആയിരിക്കില്ല. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാനുള്ള മറ്റൊരു ട്രീറ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്, ട്രീറ്റി ഓൺ ദ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, സോ ഇതിൽ ന്യൂക്ലിയർ വെപ്പൺസ് TPNW പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസുകൾ ഉപയോഗിക്കാൻ തീരെ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് യൂസ് പോളിസി ഒക്കെ ഉണ്ട്. ഫസ്റ്റ് യൂസ് പോളിസി നമുക്ക് പിന്നീട് പഠിക്കാം എന്താണ് ഫസ്റ്റ് യൂസ് പോളിസി എന്നുള്ള കാര്യങ്ങളൊക്കെ. 2017 ഈ ഒരു TPNW വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം 2021 മുതൽ അത് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ അകത്ത് എന്താക്കിയാ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സിഗ്നേറ്ററി TPNW സിഗ്നേറ്ററിയുള്ള രാജ്യങ്ങൾ ബാർഡ് ഫ്രം ഡെവലപ്പിംഗ്, ടെസ്റ്റിംഗ്, പ്രൊഡ്യൂസിംഗ്, സ്റ്റോക്ക് പൈലിംഗ്, ട്രാൻസ്ഫറിംഗ്, യൂസിംഗ്, ഡിപ്ലോയിങ്, കീപ്പിംഗ് ഓർ ത്രട്ടനിങ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല, അത് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, അത് സ്റ്റോക്ക് പൈൽ ചെയ്യാൻ പറ്റില്ല, അതായത് പൂട്ടി വെക്കാൻ സാധിക്കില്ല, അത് മറ്റു രാജ്യങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ തന്നെ അതിന്റെ യൂസിങ് അത് ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അത് ഡിപ്ലോയ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എവിടെയെങ്കിലും നമ്മളിങ്ങനെ ശരിയാക്കി വെക്കാൻ ഡിപ്ലോയ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചൈനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാം റെഡിയാക്കി ഉച്ചയ്ക്കപ്പം ഈ മിസൈൽ മുന്നോട്ടേക്ക് ലോഞ്ച് ചെയ്യും. അതുപോലെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതാണ്, അതുപോലെ നമ്മൾ വെക്കുന്നതാണ് നമ്മൾ ഡിപ്ലോയിങ് എന്ന് പറയുന്നത്. വെറുതെ നമ്മുടെ ഒരു ഗോഡൌൺ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോലിഫറേഷൻ, അത് കൊണ്ടുപോയി ആക്റ്റീവ് ആക്കി നമ്മൾ ലോഞ്ചിങ്ങിൽ വെക്കുകയാണെന്ന് അതിനെ ഡിപ്ലോയ്മെന്റ് എന്ന് പറയും. ഓക്കെ, കീപ്പിംഗ്, അതുപോലെ തന്നെ ത്രറ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ഞങ്ങളിപ്പോൾ അറ്റാക്ക് ചെയ്യും എന്ന് നോർത്ത് കൊറിയ പറയുന്ന പോലത്തെ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. TPNW സിഗ്നേറ്ററി ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആ ആർട്ടിക്കിൾ നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ TPNW ഏകദേശം 70 സ്റ്റേറ്റ് പാർട്ടീസ്, അതുപോലെ തന്നെ 27 സിഗ്നേറ്ററി, മൊത്തത്തിൽ ഏകദേശം 70 ആക്റ്റീവ് പാർട്ടിസിപ്പൻസും 27 പാർട്ടിസിപ്പൻസ് സൈൻ ചെയ്തിട്ടുണ്ട്. ബട്ട് റാറ്റിഫൈ ചെയ്തിട്ടില്ല. റാറ്റിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ത്വരിതപ്പെടുത്തുക, അതായത് നമ്മളൊന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് പുതുക്കുക എന്ന് പറയും. അവർ ആ ട്രീറ്റ് പുതുക്കിയിട്ടില്ല ആക്ച്വലി. ഓക്കെ, കാരണം ഈ ഒരു TPNW ഇപ്പൊ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയ, ചൈന, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ നല്ല അധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്തരം ട്രീറ്റീസ് ഇന്റർനാഷണൽ ലെവലിൽ ഇത്തരം ട്രീറ്റീസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് TPNW, അതുപോലെ തന്നെ NPT എന്താണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കാം. ഹൗ ഗ്ലോബൽ വാർമിംഗ് എഫക്ട്സ് ഫോർകാസ്റ്റിംഗ്, കുറച്ച് ഇലാബറേറ്റീവ് ആർട്ടിക്കിൾ ആണ്, നിങ്ങൾ തനിയെ വായിക്കാൻ ശ്രമിക്കുക. പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതില് നമ്മുടെ ക്ലൈമറ്റ് മോഡല് വളരെയധികം ഡിഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് മോഡൽസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരും എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരില്ല എന്ന് പറഞ്ഞാൽ മഴ വരും. സോ ഇതാണ് കണ്ടീഷൻ. അത് കുറച്ച് സയന്റിഫിക്കലായിട്ടും കുറച്ച് ഇൻഫോർമൽ മെത്തേഡിൽ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പോയിന്റുകൾ വെച്ചിട്ടാണ് നമുക്കത് പറയുന്നത് ശരിയാണ്. ബട്ട് നമുക്ക് കുറച്ച് വേണ്ടത്, പോയിന്റുകളാണ് ആവശ്യമുള്ളത്. ആ പോയിന്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിലാണ് പറയുന്നത് 1.5 ഡിഗ്രി വാർമിങ്ങിനേക്കാൾ കൂടുതൽ നമ്മൾ ഓൾറെഡി
പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. പ്രീ ഇൻഡസ്ട്രിയൽസ് ഒക്കെ വരുന്നതിന് മുന്നേ, ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ടെമ്പറേച്ചറിനെക്കാട്ടും 1.5 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഗ്ലോബലിലെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചർ ആട്ടോ പറയുന്നത്. ആവറേജ് ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസിന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നിലവിൽ റീസെന്റ് ആയിട്ട് നമ്മുടെ അണ്ടർ വാട്ടർ വോൾക്കാനോ പങ്കാ ടോങ്ക എന്ന് പറഞ്ഞിരിക്കുന്ന വോൾക്കാനിക് എറപ്ഷൻസ് നടത്തിയ സമയത്ത് വാട്ടർ വേപ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, CO2 എമിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. CO2 ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അത് ടെമ്പറേച്ചറിനെ പിടിച്ചു നിർത്തും. വാട്ടർ വേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യും. വെള്ളത്തുള്ളികളിലാണ് അത്യാവശ്യം ചൂട് പിടിച്ചു നിർത്തുന്നത്. അപ്പം അതിന്റെ ഒരു എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാനീന എഫക്ട്, എൽനീനോ എഫക്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ലാനിന എൽനീനോ ഒന്നും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ലാനിന എൽനീനോ ഇന്ത്യൻ ഓഷൻ ഡൈപോളിനെ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിന്റെ ക്രക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് മോഡൽസുകൾ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. സോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മഴ പെയ്യുമെന്ന് പറഞ്ഞിടത്ത് മഴ പെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്യില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പല സ്ഥലത്തും നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള വയനാട് ലാൻഡ്സ്ലൈഡും ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, കാരണം ഒരിക്കലും എത്രത്തോളം ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഫ്ലഡ് വരും എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ടീഷൻസോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ലാൻഡ്സ്ലൈഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് ആ ഒരു പോയിന്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് മോഡൽസ് ഇതിൽ വേ ഫോർവേഡ് ആയിട്ട് പറഞ്ഞ കാരണം വെച്ചാൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സുകളും. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോങ് ടേമിലുള്ള ഫോർകാസ്റ്റിംഗ് നടത്താറുള്ളത്. ഓക്കെ, ആക്ച്വലി മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ആണ്. അത് കുറച്ചിട്ട് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് റീജിയൻ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മഴ കൂടുതലായിരിക്കും അല്ലെങ്കിൽ മലപ്പുറത്ത് മഴ കുറവായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ബട്ട് അത് വേണ്ട. ആ മലപ്പുറത്തിന് നമ്മൾ 4 കട്ട് ചെയ്ത് ഇന്ന ഏരിയസിനകത്തുള്ള കാര്യങ്ങളെ പറ്റി ഫോർകാസ്റ്റ്. സോ അത്ര ഫോർകാസ്റ്റിംഗ് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. അത്ര ഒരു ആക്യുറേറ്റ് ഉള്ള പ്രഡിക്ഷൻസ് നമുക്ക് ആവശ്യമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യം വെച്ചാൽ നമുക്ക് ഈ വർഷം ലാനിൻ എഫക്റ്റ് ആണ്. ലാനിൻ വെച്ചാൽ നല്ല രീതിയിൽ മഴ ലഭിക്കേണ്ട എഫക്റ്റ് ആണ്. ബട്ട് അത്രയധികം മഴ ലഭിച്ചിട്ടില്ല. ലഭിച്ച സ്ഥലത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിവാസ്റ്റേറ്റിംഗ് എഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില ഏരിയാസിനകത്താണെങ്കിൽ മഴ തീരെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സത്യമാണ്. നമുക്ക് ആ ആർട്ടിക്കിൾ നോക്കാം. ആ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ഓർത്തിരുന്നോളൂ. GS പേപ്പർ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ചോദിക്കാൻ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. GS പേപ്പർ 3 ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആർട്ടിക്കിൾ. Then I think last article, ADB rises inflation view on food, less sanguine on early rate cut. ADB എന്ന് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഈ ഒരു ബാങ്ക് നമ്മുടെ RBIയുടെ പോളിസിനെ പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റഡി നടത്തിയിട്ടൊരു കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ADB പറഞ്ഞൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ റേറ്റഡ് ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം, എസ്പെഷ്യലി നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒക്കെ വില കൂടുതൽ പരിപാടി നമ്മൾ ഫുഡ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയും. ഇന്ത്യയിലെ ഫുഡ് ഇൻഫ്ലേഷൻസ് ഒക്കെ ആവറേജ് റേറ്റ് ഇൻഫ്ലേഷൻസ് ഏകദേശം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4.6% നിന്ന് 4.7% ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്തു. അതായത് ഫുഡ് ആയിക്കോട്ടെ, പണപ്പെരുപ്പം ഇൻക്രീസ് ചെയ്യുക, സാധനങ്ങളുടെ വില കൂടുക, വിലക്കയറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം സിമ്പിൾ ടേമിൽ. പക്ഷെ ആക്ച്വൽ ഡെഫിഷൻ അതല്ല. പക്ഷേ സിമ്പിൾ ടേമിൽ വിലക്കയറ്റം, ബിഗിനേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ ഓർത്തുന്നത് വിലക്കയറ്റം എന്ന ലെവലിൽ കണ്ടാൽ മതി. 4.7% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ GDP ഗ്രോത്ത് 7% നിന്ന് 7.2%, 2025-26 സമയത്തേക്ക് 7% നമ്മൾ GDP ഗ്രോത്തിൽ നിന്ന് നമ്മൾ 7.2% GDP ഗ്രോത്ത് എത്തുമെന്നാണ് പറയുന്നത്. സോ എന്താണ് ഇപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? RBIയുടെ മോണിറ്ററി പോളിസികൾ കുറക്കുകയും കൂട്ടുകയും ചെയ്തു. അത് RBIയുടെ പോളിസി റേറ്റ് കട്ടുകൾ, ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്നൊക്കെ പറയാറുണ്ട്. ബേസിക് എക്കണോമിക് തിങ് ആണ്. അതായത് RBI ആണ് ആർക്ക് മണി സപ്ലൈ ചെയ്യുന്നത്? സാധാ ബാങ്കുകൾക്ക് മണി സപ്ലൈ ചെയ്യുന്നത്. ഈ ബാങ്കാണ് നമുക്ക് പൈസ തരുന്നത്. അപ്പം RBI പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിക്കോളൂ, നിങ്ങൾക്ക് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഞാൻ തരാന്ന് പറയുന്ന സമയത്ത് ബാങ്കുകൾ എന്ത് ചെയ്യും? കൂടുതൽ പൈസ വാങ്ങും, അല്ലെ? അപ്പം മാർക്കറ്റിലേക്ക് കൂടുതൽ മണി ഇൻജക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് RBIയുടെ മോണിറ്ററി പോളിസികൾ വർക്ക് ചെയ്യുന്നത്. ഇനി RBIക്ക് കൂടുതൽ മണി ഇൻജക്ട് ചെയ്യുന്ന സമയത്ത് പൈസക്ക് നമുക്ക് വിലയില്ലാതാവും, ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ വരും, അല്ലെ? പണ്ട് 1 രൂപക്ക്, പണ്ട് 25 പൈസക്ക് നല്ല വില ഉണ്ടായിരുന്നു, ഇപ്പൊ 25 പൈസ കാണാൻ പോലും ഇല്ല. അപ്പൊ RBI പറയും, ഓക്കെ ഞങ്ങൾ റേറ്റ് ഇൻക്രീസ് ചെയ്തു. റേറ്റ് ഇൻക്രീസ് സമയത്ത്
ബാങ്കുകൾ പറയും ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം അവർ 1000 കോടി എടുത്തിട്ടുണ്ട്, ഇപ്രാവശ്യം പറയും റേറ്റ് കൂടിയില്ല, അതുകൊണ്ട് നമുക്ക് ഒരു 500 കോടി മാത്രം എടുത്താൽ മതി എന്ന് പറയും. അപ്പം 500 കോടി മാത്രമേ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യും. അപ്പം മാർക്കറ്റിൽ മണി ഡിമാൻഡ് ഇൻക്രീസ്. സിമ്പിൾ മാർക്കറ്റിംഗ് ടേം ആണ്. റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ ഇതിന് പറയും. ഓക്കെ, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗും MPC ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. എക്കണോമി നമുക്ക് ഈ ഒരു 13th മുതൽ പുതിയ ബാച്ചിൽ എക്കണോമി സ്റ്റാർട്ട് ചെയ്യും. എക്കണോമിയിൽ ഫസ്റ്റ് ഒക്കെ എടുക്കുന്ന ഈ ഒരു പോയിന്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഇതില് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി, നമ്മുടെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാണ് ഭയങ്കര സ്ട്രിക്റ്റ് അല്ല മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്. ആ മോണിറ്ററി പോളിസി കുറച്ചുകൂടി ഒന്ന് എന്താണ് റെസ്ട്രിക്റ്റീവായി മാറും. അതായത് കുറച്ചൊന്നൊരു അതിന്റെ കാഠിന്യം കുറക്കാൻ സാധ്യതയുണ്ട്. കാരണം സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, സ്പെഷ്യലി ഫുഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇന്ത്യ നിലനിൽക്കുന്നത്. ഫുഡ് പ്രൊഡക്ട്സിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ആണെങ്കിലും RBI ആണെന്നുണ്ടെങ്കിലും അതിന്റെ പോളിസി റേറ്റ്സ് ഒക്കെ കുറക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ചില ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത് ഇത് കുറക്കൊന്നുമില്ല, ബാങ്ക് RBI ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ADB പറഞ്ഞു കുറക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇൻഫ്ലേഷൻസ് ഒക്കെ ടാർഗറ്റ് ലെവലിലാണ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ലെവലിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ആർട്ടിക്കിൾ അത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം അത്ര ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എക്കണോമി നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എക്കണോമി ഫാക്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, ഓവറോൾ അത്രയാണ് നമുക്ക് ഇത്തരം ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. നമ്മൾ ആർട്ടിക്കിൾസ് വളരെ കുറച്ച് മാത്രം എടുക്കുന്നത്. ഒരുപാട് ആർട്ടിക്കിൾസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പകരമായിട്ട് വായിക്കുന്ന ആർട്ടിക്കിൾ പെർഫെക്റ്റ് ആയി വായിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി മാഗസിൻസിന്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ആർട്ടിക്കിൾസ് ഒക്കെ പറയുന്നുണ്ട്. യോജന കുരുക്ഷേത്ര, PIB, ഡൗൺ ടു എർത്ത്, അതുപോലെ തന്നെ ക്യൂരിയസ് എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി മാഗസിൻസ്. ഇനി നമുക്ക് സയൻസ് ചാനൽ, അങ്ങനെ എന്താണ് ഏകദേശം ഓവറോൾ എല്ലാ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന മാഗസിൻസിന്റെയും ജിസ്റ്റ് ഫോർമാറ്റുകൾ അക്കാദമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് അതും ഡെയിലി വരുന്ന കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ആ രീതിയിൽ പോകാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് ഇന്ന് മുതൽ നമുക്ക് 9 PM കറണ്ട് അഫയേഴ്സ് നോട്ട് നമ്മൾ മുന്നേ നൽകിയിരുന്ന നോട്ട് ഗ്രൂപ്പുകളിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 5 പ്രിലിംസ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ വരുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾ നോട്ട് വായിച്ചിട്ട് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഡെയിലി ബേസിലുള്ള ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മന്ത് എൻഡ് ആവുന്ന സമയത്ത് നമുക്കൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. ആ ടെസ്റ്റിൽ എന്താണ് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. സോ കറണ്ട് അഫയേഴ്സിൽ എത്രത്തോളം നിങ്ങൾ അഗ്രഗണ്യനാവാൻ സാധിക്കുമോ അത്രത്തോളം ആവാൻ ശ്രമിക്കുക. ബിക്കോസ് കറണ്ട് അഫയേഴ്സ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, കറണ്ട് അഫയേഴ്സ് മറന്നു പോകാതെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി താങ്ക് യു. നാളെ മറ്റു ആർട്ടിക്കിളുമായി കാണാം. നമുക്ക് 10 o'clock എൻവയോൺമെന്റിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.